ഈ പരിപാടിയുടെ പേര് ചന്ദ്രകാന്തം. ഇതിൽ ചന്ദ്രനുണ്ട്, ഒരു കാന്തമുണ്ട്. ആരാണെന്ന് കാണണോ? നോക്കാം. ശരി, വരട്ടെ. എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ശാസനയും എല്ലാം ഏറ്റുവാങ്ങി ജീവിക്കാനുള്ളൊരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ മിനിഞ്ഞാന്ന് ഞാൻ ഇന്നസെൻ്റ് ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, ഇന്ന മമ്മൂക്കായെ ഞാനാണ് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുകളിലോട്ട് നോക്കണം ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് മമ്മൂക്കയെ ക്ഷണിക്കുന്നതും മുകളിലോട്ട് നോക്കുന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗൾഫിൽ എല്ലാ തരത്തിലും അദ്ദേഹം സ്റ്റേജിൽ വന്നു കഴിഞ്ഞു. ഹെലികോപ്റ്റർ, പ്ലെയിൻ, കാർ എല്ലാം വന്നു കഴിഞ്ഞു. ഇനി പാരച്യൂട്ടും കൂടെ ഉള്ള ബാലൻസ്. അപ്പോൾ പാരച്യൂട്ടിൽ വല്ലതും വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞു. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മമ്മൂക്കയെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മമ്മൂക്കയെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. മമ്മൂട്ടി എന്ന ത്രയക്ഷരി മലയാളിക്ക് കേവലം ഒരു അഭിനേതാവ് മാത്രമല്ല, മറിച്ച് അവരുടെ ആത്മാവിൽ ആവാഹിച്ച വികാരം തന്നെയാണ്. 3.5 പതിറ്റാണ്ട് നീളുന്ന അഭിനയ ജീവിതം, 370ഓളം ചിത്രങ്ങൾ, 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, 5 തവണ സംസ്ഥാന പുരസ്കാരം, 11 ഫിലിം ഫെയർ അവാർഡുകൾ, പത്മശ്രീയും ഡീലിറ്റും അടക്കമുള്ള ബഹുമതികൾ, 4 നൂറ്റാണ്ട് കാലത്തിലേറെയായി ഇളക്കമില്ലാതെ തുടരുന്ന സൂപ്പർ സ്റ്റാർ പദവി. തനിയാവർത്തനം മമ്മൂട്ടി എന്ന നടന്റെ ഒരു സ്വയം ആവർത്തനമായില്ല. വടക്കൻ വീരഗാഥ ഒരു നടന്റെ കൂടി വീരഗാഥയായി മാറി. അമരത്തിലെത്തിയപ്പോൾ മലയാള സിനിമയുടെ അമരത്ത് നമുക്ക് മറ്റൊരു നടനെ സങ്കല്പിക്കാനുമായില്ല. മൃഗയ മമ്മൂട്ടിയുടെ കഥാപാത്രവേട്ടയുടെ ഒരു ഘട്ടം. വാത്സല്യത്തിലും ഭൂതക്കണ്ണാടിയിലും കാഴ്ചയിലും മമ്മൂട്ടി എന്ന നടൻ ഭൂമിയോളം വിനീതനാകുന്ന അത്ഭുത രാസവിദ്യ കണ്ട് മലയാളി കൈകൂപ്പിപ്പോയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ട് പടുത്തുയർത്തിയ ഒരു ദൃശ്യമാധ്യമ പ്രസ്ഥാനത്തിന്റെ കൈരളി ടിവിയുടെ അമരത്ത് ശ്രീ മമ്മൂട്ടി അവരോധിതനായിട്ട് 14 വർഷങ്ങൾ പൂർത്തിയാവുന്നു. മലയാളത്തിന്റെ ഈ മുഖശ്രീ കൈരളി കുടുംബത്തിന്റെ നാഥനാണെന്നതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. സ്നേഹാദരങ്ങളോടെ, ഹർഷാരവങ്ങളോടെ മലയാളത്തിന്റെ ഈ മഹാനടനെ ചന്ദ്രകാന്തത്തിന്റെ വേദിയിലേക്ക് അബുദാബിയിലെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കൈരളി ടിവിക്ക് 14 വയസ്സ് തികയാണ്. ഈ ദൃശ്യമാധ്യമത്തിന് പ്രവാസി മലയാളികൾ നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. ഒരു നടൻ എന്നതിനപ്പുറം വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ചെയർമാൻ എന്ന സ്ഥാനമല്ല എന്നെ ഈ കൈരളിയുടെ അമരത്തേക്ക് ആകർഷിച്ചത്. കൈരളി എന്നും പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ്. ആ വികാരമാണ് എന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് കൈരളി ഇത്രയേറെ സ്വാധീനം ചെലുത്തിയത് ഈ വികാരം തന്നെയാണ്. അത് നിലനിർത്താൻ ഇതിൻ്റെ പ്രവർത്തകരും സംഘാടകരും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവരെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. കൈരളി എന്നും ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങൾ കൈരളിയോടൊപ്പം. നന്ദി.